സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എപ്പോഴാണെങ്കിലും വചനം കേട്ടതിന് ശേഷം നിങ്ങൾ ഭവനത്തിൽ ചെന്ന് വേദപുസ്തകം വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. ദൈവദാസന്മാർ കുറച്ചു മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് കൂടുതൽ വിശദീകരിക്കും. നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുവാൻ നിങ്ങൾക്ക് എല്ലാ വശത്തു നിന്നും വചനം മനസ്സിലാകത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് വിവരിച്ചു തരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ധ്യാനിക്കുക. ധ്യാനിക്കുന്ന സമയത്ത്, ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കളെയും ആടുകളെയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവ എന്താണ്? പുല്ലൊക്കെ തിന്ന് വയറ് നിറച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? കണ്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെ ചവയ്ക്കുന്നത്? പെട്ടെന്ന് കഴിച്ചതായ അതിന്റെ തീറ്റിയൊക്കെ വീണ്ടും അയവിറക്കിക്കൊണ്ട് അതിന്റെ സത്ത് മുഴുവനും നല്ലവണ്ണം അത് ചവച്ചരയ്ക്കും. ദൈവവചനം അങ്ങനെ ചവച്ചരയ്ക്കേണ്ടതാണ്. ഇത് വിഴുങ്ങുവാനുള്ള ഗുളികകളല്ല. ചിലർ വചനത്തെ വിഴുങ്ങുകയാണ്. പെട്ടെന്ന് അങ്ങനെ വിഴുങ്ങിയാൽ നമുക്കത് നല്ലതാവുകയില്ല. അങ്ങനെ വിഴുങ്ങുവാൻ പാടില്ല. അത് ആസ്വദിക്കണം, രുചിച്ചറിയണം. ദൈവത്തിന്റെ വചനം തേനിനേക്കാൾ മധുരമായതാകുന്നു. അത് രുചികരമായ വചനമാകുന്നു. അതുകൊണ്ട് അത് ധ്യാനിക്കുക, ഹൃദയത്തിൽ അതിനെ കൊണ്ട് നിറയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം നടക്കുവാനിടയാകും. വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. എഫ്രൈമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നാം സംസാരിച്ചു. അവയെല്ലാം ധ്യാനിക്കുവാൻ സമയമില്ല. അവസാനം ചീത്തയായി പോയതായ എഫ്രൈമിനെ കണ്ടുകൊണ്ട് കർത്താവ് എന്താണ് പറയുന്നത്? 11:8 എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലേ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? പാപം ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കേണ്ടതാണ്. അവനെ വിട്ടുകൊടുക്കണം, ഓടിക്കണം. എന്നാൽ സ്നേഹമുള്ളവനായ കർത്താവ് പറയുകയാണ്, ഞാൻ പറഞ്ഞത് ഇവൻ അനുസരിക്കുന്നില്ല, എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നില്ല. നിന്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത്. എനിക്കിഷ്ടമില്ലാത്തവ നീ പ്രവർത്തിക്കുന്നു. നീ തന്നെ നാശം ചെയ്യുന്നു. ശരി, നിന്റെ വിധിക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, നിന്റെ വഴിക്ക് തന്നെ നിന്നെ വിട്ടുകളയാം എന്ന് പറയുമ്പോൾ എനിക്കത് കഴിയുന്നില്ല. എനിക്കെങ്ങനെ നിന്നെ വിട്ടുകളയാൻ കഴിയും? നിനക്കെതിരായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഹൃദയം വേദനയാൽ നിറയുന്നു. ഒരു മാതാവിനോട് കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ദോഷം പറയുകയാണെങ്കിൽ ആ മാതാവ് അത് ആഗ്രഹിക്കുമോ? സ്വന്തം കുഞ്ഞിനെതിരായിട്ട് ആരെങ്കിലും മാതാവിനോടൊന്ന് പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന ആ മാതാവിൻ്റെ ഹൃദയം പിടയ്ക്കുവാനിടയാകും. നമ്മുടെ മക്കളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് കേൾക്കുവാന്, അത് കേട്ടു നിൽക്കുവാൻ സഹിക്കുകയില്ല. അത്രയും കഷ്ടത നമുക്ക് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ, നമ്മെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവ്, നമുക്ക് വേണ്ടി പ്രാണൻ നൽകിയതായ കർത്താവ്, നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്നതായ നമ്മുടെ കർത്താവ്, നാം വഴിതെറ്റിപ്പോകുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നാം ജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതായ സമയത്ത് നീ പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവനത് കണ്ട് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്രയോ ആളുകളുണ്ട് കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ആളുകളായിട്ട്. എത്ര പേർ പറയുന്നു, എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് എൻ്റെ കർത്താവ് കരയുന്നുണ്ട് എന്ന സംശയത്തോടെയായിരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാണൻ നൽകിയതായ കർത്താവിനെ ഞാൻ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം, ദുഃഖിപ്പിക്കുന്ന വ്യക്തിയായിരിക്കുവാൻ പാടില്ല. എന്നാൽ എഫ്രൈം ജീവിതത്തിൽ നശിക്കുവാനിടയായി, വീണുപോകുവാനിടയായി. ചെറിയ ചെറിയ വിഷയങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കുവാൻ കഴിയില്ലെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നാം ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നാം നശിച്ചു പോകുവാനിടയാകും. ആരും തന്നെ ഒറ്റ ദിവസം കൊണ്ട് കൊടുംപാപിയാകുന്ന വ്യക്തിയല്ല. ഓരോ ദിവസവും അല്പാൽപ്പം മുൻപോട്ട് പോയി സാരമില്ല, കർത്താവ് ക്ഷമിക്കും, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ഉപേക്ഷ വിചാരിച്ചുകൊണ്ട് ഇന്ന് കർത്താവിനോട് പാപം ചെയ്ത് മുൻപോട്ട് പോകുന്നു. അവരുടെ ജീവിതത്തിലൊരു പൂർണ്ണതയില്ല. ഇപ്പോഴും അവർ കള്ളം പറയുന്നവരാണ്. ഇപ്പോഴും അവർ രഹസ്യമായി പാപം ചെയ്യുന്നവരാണ്. ഇപ്പോഴും അവർ അശുദ്ധമായ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ഇടം കൊടുക്കുന്നവരാണ്. ഇപ്പോഴും ദൈവത്തിന്റെ വചനത്തെയും അനുസരിക്കാത്തവരാണ്. ലോകത്തിന്റെ ഇച്ഛകൾക്ക് വേണ്ടി, ശരീരത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി പഴയ ആദാമിന്റെ സ്വഭാവമുള്ളവരാകുന്നു. അങ്ങനെയുള്ളവരെ തികഞ്ഞവരാക്കുന്നതിനായിട്ട്, വിശുദ്ധരാക്കുന്നതിന് കർത്താവ് ഇന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നിന്റെ ഹൃദയ രഹസ്യങ്ങൾ ആർക്കും തന്നെ അറിയില്ല. എന്നാൽ നിന്റെ സകല രഹസ്യങ്ങളും കർത്താവിനറിയാം. നിന്റെ അന്തരംഗങ്ങളെ പരിശോധിച്ചറിയുന്ന കർത്താവിന്റെ മുൻപിൽ നിനക്കൊന്നും തന്നെ ഒളിക്കാൻ കഴിയില്ല. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു. നിന്റെ നടപ്പും നിന്റെ കിടപ്പും ഞാൻ കാണുന്നു. നീ ആകാശത്തിൽ കയറിയാൽ ഞാൻ അവിടെയുണ്ട്, നീ പാതാളത്തിൽ പോയാൽ ഞാൻ അവിടെയുമുണ്ട്.
നീ അന്ധകാരത്തിലായാൽ അന്ധകാരം പോലും എനിക്ക് മറവാകുന്നില്ല. നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവന്റെ മുഖശോഭയിൽ നിന്നെ തന്നെ നീ കണ്ടുകൊണ്ട് നിന്റെ ജീവിതത്തെ നേരെയാക്കുക. അല്പാൽപ്പം ചെയ്യുന്നതായ ഭക്തി ജീവിതം യഥാർത്ഥമായ ക്രിസ്തീയ ഭക്തിയല്ല. ലവോദിക്യ സഭയോട് പറഞ്ഞു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതോഷ്ണവാനായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണിക്കളയും. ഒന്നുകിൽ ശീതവാനായിരിക്കുക, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കുക. അതല്ലാതെ പകുതി ദൈവം പകുതി പിശാച്, പകുതി ഭക്തി പകുതി അവിശ്വാസം, പകുതി പ്രാർത്ഥന പകുതി നിന്റെ സ്വന്തം ഇഷ്ടം, അത് നടക്കുകയില്ല. എഫ്രൈം സൃഷ്ടികർത്താവിനെ ദുഃഖിപ്പിക്കുന്നത് പോലെ ഈ കാലത്തും നമ്മുടെ ഭാരതത്തിൽ എത്രയോ ആളുകൾ ക്രിസ്ത്യാനികളെ വിളിക്കപ്പെടുന്നവർ, കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവർ അവനെ ദുഃഖിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. വചനം അനുഷ്ഠിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നില്ല. നമ്മുടെ അടുത്തുള്ളതായ ഒരു ഹാളിൽ കുറച്ച് പയ്യന്മാരെ വെച്ചൊരു യൂത്ത് മീറ്റിംഗ് സംഘടിപ്പിക്കുവാനിടയായി. അവരുടെ നടുവിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയെ കണ്ടിട്ടുണ്ടോ? വചനപ്രകാരം ജീവിക്കുന്നതായ നല്ല ഭക്തിയുള്ളതായ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞതായ മറുപടി എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്കെങ്ങനെ അറിയാം? അങ്ങ് പറഞ്ഞു തന്നാൽ പോരെ. ശരി, ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ കണ്ടിട്ടുണ്ടോ? 2 പേർ മാത്രം സത്യം പറഞ്ഞു. ബാക്കിയുള്ളവർ സംശയിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കിതാണോ ജോലി? വേറെ പണിയൊന്നുമില്ലേ? യഥാർത്ഥ ക്രിസ്ത്യാനിയെ കണ്ടുപിടിക്കുകയാണോ എൻ്റെ ജോലി എന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഇവിടെ. കണ്ടിട്ടില്ലേ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നില്ല? അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും നീ കുറ്റം പറയാതെ നീ തന്നെ അങ്ങനെ ജീവിച്ചുകൂടെ? ഞാൻ തന്നെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കും എന്ന് ഒരു തീരുമാനം എന്തുകൊണ്ട് നീ എടുത്തുകൂടാ? ഇന്നു നീ തീരുമാനിക്കുമോ? ആരെങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കും, ഞാൻ അവന്റെ വചനമനുസരിച്ചുകൊണ്ട് ജീവിക്കും എന്നുള്ള ഒരു തീരുമാനമെടുക്കാമോ? നിങ്ങളോടാണ് ചോദിക്കുന്നത്. ചെയ്തേക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? അതങ്ങനെയല്ല, ഉറക്കെ പറയുക. നിങ്ങൾ ചെയ്യുമോ? അയ്യോ, ഞങ്ങൾ എത്രയോ തവണ തീരുമാനമെടുത്തതാണെന്നറിയാമോ? ഇപ്പോഴല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു ദേവദാസം വന്നപ്പോൾ, അതിനു മുമ്പ് മീറ്റിംഗ് നടന്ന സമയത്തും, ആ ഡിസംബർ 31 രാത്രി മീറ്റിംഗ് നടന്നതായ സമയത്ത്, ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയത്തില്ല, ഇനി ഞാൻ ചാരായം തൊടില്ല, ഇനി ഞാൻ ദശാംശം കൊടുക്കും, ഇനി ഞാൻ ചർച്ചിൽ പോകും, അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനിടയായി. എന്നാൽ പറയുക കഴിയുന്നില്ല. പിന്നെന്താണ് പറയുന്നത്? വീണുപോവുകയാണ് ചെയ്യുന്നത്, തെന്നി വീഴുകയാണ്. എവിടേക്കാണ് തെന്നി വീഴുന്നത്? പാപത്തിലേക്ക് വീണുപോകുന്നു, തെറ്റുകളിലേക്ക് വീണുപോവുകയാണ്. ഈ വീണുപോകുന്നതായ ആളുകൾ, അവർക്ക് വീഴുമെന്നുള്ള കാര്യം അറിയില്ല. കാല് വെച്ച് തെന്നി വീഴുമ്പോൾ പെട്ടെന്നാണ് അവർ വീഴുന്നത്. അനേകം ആളുകളും തീരുമാനമെടുക്കുന്നുണ്ട്, എങ്കിലും ആ തീരുമാനത്തിനനുസരിച്ച് അവന് നിൽക്കുവാൻ കഴിയുന്നില്ല. എഫ്രൈമിനും അതാണ് കുഴപ്പം. നിന്റെ ഹിതം പോലെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നീ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഇഷ്ടമുണ്ട്, എന്നാൽ എനിക്കത് കഴിയുന്നില്ല എന്ന് പറയുന്നവർ, ഒരു വചനമുണ്ട്, നോക്കാം. ഈ വചനം വായിച്ചുകൊണ്ട് മുമ്പോട്ട് നമുക്ക് പോകാം. ശ്രദ്ധിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 31-ാമത്തെ അധ്യായമാണ്. യിരെമ്യാവിന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം നോക്ക്. എല്ലാവരും എടുത്ത് വായിക്കാൻ നോക്കൂ. ആദ്യം നമുക്ക് 20-ാമത്തെ വാക്യം വായിക്കാം. എഫ്രൈം എൻ്റെ വാത്സല്യപുത്രനോ, ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു, അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കും. യേശുക്രിസ്തു നാം എത്രമാത്രം വേദനിപ്പിച്ചാലും നമ്മോട് കരുണ കാണിക്കുന്നവനാണ്. നാം എത്ര ഹിംസിച്ചാലും നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നാം എത്ര മറുതലിച്ചാലും നമ്മെ വീണ്ടും ചേർത്ത് പിടിക്കുവാൻ കരം നീട്ടുന്നവനാണ്. മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത്. ആർക്കു വേണ്ടിയാണത്? അനുസരണക്കേട് കാണിക്കുന്നവരോട്, നല്ലവർക്ക് വേണ്ടിയല്ല കരം നീട്ടുന്നത്. ആകാത്ത വഴിയിൽ നടക്കുന്ന ആളുകൾക്ക് വേണ്ടി അവൻ കരം നീട്ടി നിൽക്കുകയാണ്. എഫ്രൈമേ, നിന്നെക്കുറിച്ച് ദോഷം സംസാരിക്കുവാൻ പോലും എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഞാൻ സ്നേഹിക്കുന്ന നിന്നെ നരകത്തിലേക്ക് വിടുവാൻ എനിക്കൊരിക്കലും കഴിയില്ല.
ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിനക്ക് വേണ്ടി ക്രൂശിൽ എന്റെ ജീവനെ കൊടുത്തു. നീ നിത്യനരകത്തിൽ വീണ് നശിച്ചു പോകുവാനല്ല, എന്നോടൊപ്പം യുഗങ്ങളായിട്ട് നീ നിത്യജീവനിൽ വസിക്കാനാണ്. ഇന്ന് നാം പലരും ചെയ്ത പാപങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ നമ്മെ ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് ജീവിച്ചിരിക്കുകയില്ലായിരുന്നു, മരിച്ചുപോയിരുന്നേക്കാം. നീ ചെയ്ത വ്യഭിചാരങ്ങൾ വെച്ച് നോക്കിയാൽ നിനക്ക് എയ്ഡ്സ് രോഗം വരേണ്ടതായിരിക്കുന്നു. നിന്റെ കുടുംബം മുഴുവൻ നശിച്ചു പോകേണ്ടതായിരുന്നു. നിന്റെ മദ്യപാനം വെച്ച് നോക്കിയാൽ നിന്റെ ലങ്സ് എല്ലാം നശിച്ചിട്ട് നീ നിത്യരോഗിയായി മാറേണ്ടിയിരുന്നു. നിന്റെ ദുശീലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴോ നിനക്ക് ക്യാൻസർ വന്നിട്ട് നിന്റെ ജീവിതം നാശത്തിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ നിന്നെ ശിക്ഷിക്കുവാൻ ആ ദൈവത്തിന് മനസ്സില്ല. നിനക്ക് ദോഷം വരികയാണെങ്കിൽ, നീ പാപം ചെയ്താൽ ആ ദൈവത്തിന്റെ മനസ്സ് വേദനിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവം എന്താണ് പറയുന്നത്? നീ എത്ര അനുസരണക്കേട് കാണിച്ചാലും ഞാൻ നിന്നോട് കരുണ കാട്ടും, കരുണ കാട്ടും, കരുണ കാട്ടും, കരുണ കാട്ടും, ദയ കാണിക്കും. നെപ്പോളിയൻ ചക്രവർത്തിയുടെ അടുക്കിലേക്ക് ഒരു മാതാവ് ചെന്നിട്ട് ചോദിച്ചു, യജമാനനെ, എന്റെ മകന് മരണശിക്ഷ വിധിച്ചിരിക്കുകയാണ്, അവനോട് അങ്ങ് ക്ഷമിക്കണമേ എന്ന്. മാതാവേ, നിങ്ങളുടെ മകനോട് ഒരുപാട് തവണ ക്ഷമിച്ചതാണ്, ഇനിയും ക്ഷമ കൊടുക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. യജമാനെ, ദയ കാണിക്കണമേ, എന്റെ മകനോട് ദയ കാണിക്കണമേ. നിങ്ങളുടെ മകനോട് എത്രയോ തവണ ദയ കാണിച്ചു, ഇനിയും ദയ കാണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം ആ മാതാവ് കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. അയ്യോ, എന്റെ മകനോട് അങ്ങ് ദയ കാണിക്കുമാറാകണമേ എന്ന് കണ്ണുനീരോടെ യാചിച്ചപ്പോൾ നെപ്പോളിയൻ ചോദിച്ചു, അമ്മേ, പറഞ്ഞില്ലേ നിങ്ങളുടെ മകൻ കരുണയ്ക്ക് യോഗ്യനല്ല എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയല്ലേ? അപ്പോൾ ആ മാതാവ് പറയുകയാണ്, കരുണ കാണിക്കുവാനും യോഗ്യത ആവശ്യമാണോ? യോഗ്യതയില്ലാത്തവരോടാണല്ലോ കരുണ കാണിക്കേണ്ടത്. ആരോടാണ്? യോഗ്യതയില്ലാത്തവരോടാണല്ലോ കരുണ കാണിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നെപ്പോളിയന്റെ മനസ്സലിയുവാനിടയായി. അവനെ വിടുവിച്ചു. യോഗ്യതയില്ലാത്തവരോട് ക്ഷമിക്കുന്നതാണ് കരുണ കാട്ടുന്നത്. യോഗ്യതയില്ലാത്തവരായ നമ്മോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി കർത്താവ് ഇന്ന് ഒരുക്കത്തോടെയായിരിക്കുന്നു. നീ അറിഞ്ഞറിഞ്ഞ് വീണ്ടും തെറ്റ് ചെയ്താലും, എത്രയോ തവണ അവനെ നീ വേദനിപ്പിച്ചാലും, എത്രയോ തവണ നീ തീരുമാനമെടുത്തിട്ട് അതിൽ നിന്ന് മാറിപ്പോയാലും, ഈ ദിവസം കർത്താവ് നിന്നോട് കരുണ കാട്ടുവാൻ മനസ്സുള്ളവനാണ്. എന്നാൽ നീ ഒരു വാക്ക് പറയണം. ഏത് വാക്കാണ്? നമുക്ക് നോക്കാം. 18-ാമത്തെ വാക്യം. നീ എന്നെ ശിക്ഷിച്ചു, മരുക്കമില്ലാത്ത കാളക്കുട്ടിയെപ്പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരേണ്ടതിനു എന്നെ മടക്കി വരുത്തേണമേ. നീ എന്റെ ദൈവമാകുന്ന യഹോവയല്ലോ. ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തേണമേ. ദയവ് ചെയ്ത് ആ വചനങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടത് വീണ്ടും ധ്യാനിക്കുക. മെരുക്കമില്ലാത്ത ഒരു കാളക്കുട്ടിയെ പോലെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ, മെരുക്കമില്ലാത്തതായ ഒരു കാളക്കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതായ കാര്യം ഒന്നും തന്നെയില്ല. കാളക്കുട്ടിയെ നിങ്ങൾക്കറിയാമല്ലോ. കാളക്കുട്ടി ജനിക്കുന്ന സമയത്ത് അത് എഴുന്നേറ്റ് തുള്ളിച്ചാടി നടക്കുവാനിടയാകും. അങ്ങനെ കുറേ മാസങ്ങൾ അല്ലെങ്കിൽ എത്ര വയസ്സാ അങ്ങനെ നടക്കുമെന്നറിയില്ല. ആ സമയത്ത് അതിന് നുകമാട്ടെ, അതിൻ്റെ കഴുത്തിൽ ഭാരമാകട്ടെ, ഒന്നും തന്നെ വെക്കുകയില്ല. സ്വാതന്ത്ര്യത്തോടെ ഓടിപ്പോകാനിടയാകും. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അതിനെ പിടിച്ചിട്ട് അതിന്റെ ചുമലിൽ ഒരു നുകം വെച്ച് കൊടുക്കുന്നതായ സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത്രയും നാൾ അങ്ങനെ ഒരു അനുഭവം അതിനില്ലല്ലോ. അതുകൊണ്ട് അത് അനുസരിക്കുകയില്ല. അപ്പോൾ പെട്ടെന്ന് ചാട്ടവാറെടുത്ത് പട്ടാന്ന് 2 അടി കൊടുക്കുമ്പോൾ പെട്ടെന്നത് അനുസരിക്കാനിടയാകും. എന്താണ് എഫ്രൈം ഇവിടെ പറയുകയാണ്? മെരുക്കമില്ലാത്തതായ കാള ശിക്ഷ പ്രാപിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞാൻ അങ്ങയുടെ ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുന്നു. നീ എന്നെ മടക്കി വരുത്തിയാൽ ഞാൻ മടങ്ങി വരും എന്ന് എഫ്രൈമിന്റെ നിലവിളി ഇപ്പോൾ ഞാൻ കേൾക്കുന്നു. ഈ വചനം കേൾക്കുന്നവരിൽ ആ എഫ്രൈം ആരാണ്? കർത്താവേ, നീ മടക്കി വരുത്തിയാൽ ഞാൻ വരും. നീ എൻ്റെ ജീവിതത്തെ മാറ്റിയാൽ ഞാൻ മാറും, ജീവിതം മാറും. എന്നോട് ക്ഷമിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം, ഞാൻ നിന്നെ അനുസരിക്കാം, നിന്റെ വചനങ്ങൾ ഞാൻ കേൾക്കാം. ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി നിന്റെ നുകം ചുമന്നുകൊണ്ട് നിന്നെ അനുഗമിക്കാം എന്ന് ഇപ്പോൾ നിനക്ക് പറയുവാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതം ധന്യമാകും. ഇത്രയും നാൾ നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചേക്കാം. എന്നാൽ ഇന്നു മുതൽ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് അവന്റെ ഹിതപ്രകാരം നടക്കുന്നതിനായിട്ട് യേശു പറഞ്ഞു, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനിടയാകും. എൻ്റെ അടുക്കൽ വന്നുകൊണ്ട്
എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുക, ഞാൻ സൗമ്യനും ദയയുള്ളവനുമാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് ഈ ലോകത്തിൽ നിനക്ക് വിശുദ്ധിയോടെ ജീവിക്കുവാനും കഴിയുന്നില്ല. എവിടെ പോയാലും പ്രശ്നമാണ്. ഓഫീസിൽ പോയാൽ പ്രശ്നമാണ്, വീട്ടിൽ വന്ന കലഹമാണ്, വെളിയിൽ പോയ പ്രശ്നമാണ്. എവിടെ നോക്കിയാലും കാപട്യവും കള്ളത്തരവും കൈക്കൂലിയും അഴിമതിയുമാകുന്നു. എവിടെ നോക്കിയാലും സമാധാനമില്ല. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. എവിടെ നോക്കിയാലും പാപത്തിന്റെ കാര്യങ്ങളാണ്. എവിടെ നോക്കിയാലും അശുദ്ധിയാണ്. എവിടെ നോക്കിയാലും നിന്ദകളാണ്. എവിടെ നോക്കിയാലും ലൗകികതയാണ്. ഇങ്ങനെയുള്ളതായ ലോകത്തിൽ കർത്താവിനു വേണ്ടി വിശുദ്ധിയോടുകൂടെ തന്നെ ജീവിക്കണമെന്നുള്ളതായ ഒരു ആഗ്രഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, വരിക, എന്നോടൊപ്പം വരിക, എൻ്റെ മുഖം ചുമക്കുക. കർത്താവേ, എന്നെ തിരിച്ചാൽ ഞാൻ തിരിയാം എന്ന് നീ കർത്താവിനോട് പറയുകയാണെങ്കിൽ അവൻ നിന്നെ തിരിക്കാനിടയാകും. നിന്നെ അവനോടൊപ്പം നടത്തുവാൻ വേണ്ടി കർത്താവ് ഒരുക്കത്തോടെയായിരിക്കുന്നു. നീ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ, ഇപ്പോഴും അവനെ ദുഃഖിപ്പിച്ചുകൊണ്ട് അവനെ വേദനിപ്പിക്കുന്ന വ്യക്തിയായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ, ഇപ്പോൾ ഈ ദിവസം തന്നെ നിന്റെ ജീവിതം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം അവനോട് പറയുക, കർത്താവേ, നിന്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങുന്നു, നിന്റെ വാക്കുകൾ ഞാൻ അനുസരിക്കാം. നീ എന്നെ മടക്കി വരുത്തുകയാണെങ്കിൽ ഞാൻ മടങ്ങി വരും. നീ എന്നെ മാറ്റണമേ എന്ന് നീ പറയുക. ഈ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയില്ല, ഈ പാപം എനിക്ക് ഉപേക്ഷിക്കുവാൻ കഴിയില്ല എന്ന് നീ ഏതെല്ലാം വിഷയത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, അവയിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുവാൻ കർത്താവ് ഒരുക്കത്തോടെയായിരിക്കുന്നു. യേശു എത്രമാത്രം ആഗ്രഹിച്ചാലും, എത്രമാത്രം വിടുവിക്കുവാൻ ചിന്തിച്ചാലും, എത്രത്തോളം കരനീട്ടി നിന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും, നീ സ്വയമായിട്ട് അവന്റെ അടുക്കിലേക്ക് വരുന്നില്ല എങ്കിൽ, നീ സ്വയമായിട്ട് വന്ന് കർത്താവെ നീ എന്നെ മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞിട്ടല്ലാതെ, കർത്താവെ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് നീ അപേക്ഷിച്ചിട്ടല്ലാതെ ആ കർത്താവിന് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ബലമായിട്ട് അവൻ നിന്റെ ഹൃദയത്തിലേക്ക് വരില്ല. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരുമെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുറവുകളെ കൊണ്ട്, തെറ്റുകളെ കൊണ്ട് പശ്ചാത്തപിക്കാം. ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നതായ യേശു ക്രിസ്തുവിന് വേണ്ടി അവൻ നൽകിയിരിക്കുന്ന ഈ നല്ല സമയം അവന്റെ നാമമഹത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിന്നോട് ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് പൂർണ്ണമായ സൗഖ്യം നൽകുവാൻ, പ്രശ്നത്തിന്റെ വലയത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ, നിനക്കൊരു പുതിയ ജീവിതം നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നു മുതലേ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ചെറുപ്പം മുതലേ അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവനാണ് നിന്നെ എടുക്കുന്നവൻ, അവനാണ് നിന്നെ സ്നേഹിക്കുന്നവൻ, അവനാണ് നിന്നെ തിരഞ്ഞെടുത്തവൻ. എന്നാൽ നീ അവനെ ഹിംസിക്കുന്നു, അവനെ ദുഃഖിപ്പിക്കുന്നു, അവനെ വേദനിപ്പിക്കുന്നു. അനേക വിഷയങ്ങളിൽ തെറ്റിപ്പോയിട്ട് ശരിയായ പൂർണ്ണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയാതെ പോകുന്നു നിനക്ക്. ഈ ദിവസം കർത്താവിനോടൊരു തീരുമാനമെടുക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഞരക്കങ്ങളെ നീ കേൾക്കുമാറാകണമേ. നിന്നോട് നിലവിളിക്കുന്ന ആളുകളെ നീ ഒന്ന് കാണുമാറാകണമേ. അതേ കർത്താവേ, നിന്റെ നന്മകളെല്ലാം പ്രാപിച്ചിട്ട് ഞങ്ങൾ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. ഞങ്ങൾ അസത്യം പറയുന്നവരാണ്, ഞങ്ങൾ വഞ്ചന കാട്ടുന്നവരാണ്, ഞങ്ങൾ ലോകത്തിൽ ആശ്രയിക്കുന്നു, നിനക്കെതിരായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു, നിന്നെ ദുഃഖിപ്പിക്കുവാനിടയായി നിന്നിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്. എങ്കിലും ഞങ്ങളെ കൈവിടാതെ, എങ്കിലും ഞങ്ങളോട് കരുണ കാട്ടി, എങ്കിലും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളോട് മനസ്സലിവ് കാണിക്കുന്നതായ കർത്താവേ, നിനക്ക് നന്ദി കരറ്റും. നീ പ്രാർത്ഥനയിൽ കൂടി വന്നിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും എഫ്രൈമിനെ സ്നേഹിച്ചതുപോലെ തന്നെ നീ സ്നേഹിക്കണമേ. നിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ അവർക്ക് കൃപ കൊടുക്കുമാറാകണമേ കർത്താവേ. അയ്യോ എഫ്രൈമേ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു എന്ന് നീ പറയുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷ ഞങ്ങളുടെ മേൽ വരാതിരിക്കുവാൻ തക്കവണ്ണം നീ കരുണ കാട്ടിയതിനായിട്ട് നന്ദി കരറ്റുന്നു. ഈ സമയം ഞങ്ങളെ നീ തിരിക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിലേക്ക് തിരിയാമെന്ന് എല്ലാ നാവും ഏറ്റുപറയുകയാണ്. ഞങ്ങളോട് കരുണ കാട്ടണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റിയിട്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വാഗ്ദത്ത വചനം പോലെ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ നീ സഹായിക്കണമേ. യേശുവിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ശിക്ഷിക്കപ്പെടുന്നതായ ആളുകളെ നസ്രേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് കർത്താവേ. ആരെങ്കിലും മദ്യപാനികളായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്തെ അവരെ നസ്രേനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ്. ആരെങ്കിലും ലൈംഗിക പാപങ്ങൾക്കിടം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായിട്ട് തന്നെത്താൻ പാപം ചെയ്ത് അശുദ്ധിയോടെ ജീവിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടതിന് വേണ്ടി യേശു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണമേ. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
നിന്നെ ദുഃഖിപ്പിക്കുന്നവരായി ഞങ്ങൾ ആയിരിക്കാതെ, എന്നെ കർത്താവ് വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വേദനിപ്പിക്കുന്നവരായി ഞങ്ങൾ ജീവിച്ചു പോകാതെ, എന്നെ സ്നേഹിച്ച യേശുവിനെ ഞാനും സ്നേഹിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ക്രൂശിൽ പ്രാണനെ തന്ന കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞ് ഒരു തീരുമാനത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി, സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുന്നതിന് വേണ്ടി കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ.